ഹായ് എവരി വൺ, വിസ്ഡം ഓഫ് മൈൻഡിലേക്ക് സ്വാഗതം. ഞാൻ രശ്മി. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയാണോ അതോ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയാണോ എന്നാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലപ്പെട്ട ഒരു കമൻറ്റ് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം. ആദ്യം തന്നെ നിങ്ങളൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെയാണോ പോകുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ടിപ്സ് എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ബ്ലെയിം മൈൻഡ് സെറ്റാണോ? അതായത് മറ്റുള്ളവരിലേക്കെല്ലാം ബ്ലെയിം ചെയ്ത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി മറ്റുള്ളവരാണ്, അവർ കാരണമാണ്, ഇവർ കാരണമാണ്, എല്ലാ കുറ്റങ്ങളും മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിച്ച് അങ്ങനെ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തിട്ടാണോ നിങ്ങൾ പോകുന്നത്? അങ്ങനൊരു മൈൻഡ് സെറ്റാണോ നിങ്ങൾക്കുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണുള്ളത്, എല്ലാത്തിനും മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നൊരു മൈൻഡ് സെറ്റാണോ ഉള്ളതെങ്കിൽ തീർച്ചയായും അത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് കേട്ടോ. പിന്നെ രണ്ടാമത് നോക്കുമ്പോൾ, പ്രശ്നങ്ങളെ പറ്റിയാണോ നിരന്തരം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ അത് വിട്ട് കളയാതെ, അത് ലെറ്റ് ഗോ ചെയ്യാതെ വീണ്ടും ആ പ്രശ്നങ്ങളെപ്പറ്റി തന്നെയാണോ നിരന്തരം? ഇന്നലെ സംഭവിച്ച പ്രശ്നങ്ങൾ, പിന്നെ ഞാൻ സംഭവിച്ചത്, ചിലപ്പോൾ ഒരു വർഷം മുമ്പ് സംഭവിച്ചത്, ഒരു മാസം മുമ്പ് സംഭവിച്ചത്, 10 വർഷം മുമ്പ് സംഭവിച്ചത്, അങ്ങനെ കഴിഞ്ഞു പോയ പ്രശ്നങ്ങളെ പറ്റിയാണോ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് കേട്ടോ. അതുപോലെ ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഒരു വിക്ടിം മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇര മനോഭാവം. ഞാൻ കാരണമാണ് എല്ലാം സംഭവിച്ചത്, ഞാനങ്ങനെ ചെയ്യണ്ടായിരുന്നു, എല്ലാം എൻ്റെ കുറ്റമാണ്, അങ്ങനെ ഒരു സ്വന്തമായിട്ട് ഞാനൊരു ഇരയായിട്ട് ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിലാണോ നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അതൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അതുപോലെ നിരന്തരം പരാതി പറച്ചിൽ, എന്ത് പറഞ്ഞാലും പരാതിയാണ്, എന്ത് ചെയ്താലും പരാതിയുണ്ട്. ഒരാൾ എന്ത് ചെയ്തു തന്നാലും അവർ ചെയ്ത നന്മ കാണാതെ അതിൻ്റെ ഒരു പരാതി, അതിലെന്തെങ്കിലും ഒരു പരാതി കണ്ടുപിടിച്ച് നിരന്തരം പരാതി പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. പിന്നെ എന്ത് കണ്ടാലും അതിലൊരു തടസ്സം, എന്ത് ചെയ്യാൻ പോയാലും അങ്ങനെ ചെയ്യല്ലേ. എന്ത് നല്ല കാര്യം ചെയ്യാൻ പോലും, സ്വന്തമായിട്ടാണെങ്കിലും വീട്ടിലുള്ള മറ്റുള്ള ആളുകളാണെങ്കിലും എന്ത് കാര്യം ചെയ്താലും അതിലൊരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ടോ, അതിലൊരു തടസ്സം കാണുന്നുണ്ടോ നിങ്ങൾ? അതൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ സ്വയം ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു ബ്ലെയിം മൈൻഡ് സെറ്റാണോ ഉള്ളത്? നിങ്ങൾ പ്രശ്നങ്ങളെ പറ്റിയാണോ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതുപോലെ എപ്പോഴും തടസ്സങ്ങൾ മാത്രമേ കാണുന്നുള്ളെങ്കിൽ, അതുപോലെ നിങ്ങളൊരു വിക്ടിം മെൻ്റൽ ഇര മനോഭാവത്തോടു കൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ, അതുപോലെ എന്താണ് നിരന്തരം പരാതി പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, ഇതെല്ലാം നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഇപ്പോൾ മനസ്സിലായാലും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, കുറച്ച് ടിപ്സ്, കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. പ്രശ്നം വരുമ്പോൾ നെഗറ്റീവ് അടിച്ചു പോകാതെ അതിനെ ഓവർകം ചെയ്ത് പോകുന്ന ആളാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തി അല്ലേ. ഒരു പ്രശ്നം വന്നാൽ അതൊക്കെ പോട്ട്, ഇനി അടുത്ത, അതായത് നമ്മൾ ഇപ്പോൾ ഈ കറണ്ട് സിറ്റുവേഷനിൽ ജീവിക്കുന്ന ആൾ പ്രശ്നം വന്നതിൻ്റെ പുറകെ അങ്ങ് പോകാതെ അതിനെ ഓവർകം ചെയ്ത് അതിൽ നിന്ന് മാറി ചിന്തിച്ച് പോകുന്ന ആളാണ് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾ. അതുപോലെ ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും ഇതങ്ങ് കടന്നു പോകും എന്നായിരിക്കും ആളുടെ ചിന്ത. അങ്ങനെയാണെങ്കിൽ അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് അല്ലേ. അതുപോലെ ഉത്തരവാദിത്വം, എന്ത് പ്രശ്നമുണ്ടായാലും അല്ലെങ്കിൽ എന്ത് കാര്യമുണ്ടായാലും അതിൽ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരാളായിരിക്കും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾ. അതിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കും. അതുപോലെ എന്താണ്, പരാതി പറച്ചിൽ കാണില്ല, ഒന്നിനെയും പഴിക്കത്തില്ല, ആരെയും പരാതിയും പറയത്തില്ല, ആരെയും പഴിക്കുകയില്ല. അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അതുപോലെ തന്നെ എന്താ, പരാജയത്തിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളും. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തി പരാജയത്തിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളും. അപ്പം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസമൊക്കെ മനസ്സിലായില്ലേ. ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തി ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയും തമ്മിലുള്ള ചിന്താഗതിയിൽ നല്ല വ്യത്യാസമുണ്ട്, ഒരു ഓപ്പോസിറ്റ് ചിന്താഗതിയായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഈസിയായിട്ട് നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ പോലും അറിഞ്ഞിട്ടായിരിക്കത്തില്ല നമുക്കൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളത്. നമ്മൾ ജനിച്ച് വളർന്ന സമൂഹത്തിൽ നമുക്ക് കിട്ടിയതാണ് ഈ ആറ്റിറ്റ്യൂഡെല്ലാം, നമ്മൾ സ്വയം സൃഷ്ടിച്ചെടുക്കുന്നതൊന്നുമല്ല. അപ്പം അതിൽ നിന്ന് മാറണം, എനിക്കൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്, അതിൽ നിന്ന് മാറണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ലൈഫ് കോച്ചിങ് സെക്ഷനിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഏപ്രിൽ 2 പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. ആ കോച്ചിങ്ങിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്.
അതുപോലെ ഒരു പേഴ്സണൽ സെക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ സെക്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതിനെ കൂടുതലായിട്ട് പരിപോഷിപ്പിക്കാൻ, ഇതിലും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ, ഇതിലും നല്ല ചിന്താഗതിയിലേക്ക് വരാനായിട്ട്, കൂടുതൽ പോസിറ്റീവിലേക്ക് വരാൻ, എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ, ഹാപ്പി ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കും ലൈഫ് കോച്ചിങ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ആളുകൾക്കും, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകൾക്കും, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകൾക്കും എല്ലാവർക്കും ലൈഫ് കോച്ചിങ് ആവശ്യമാണ്. ലൈഫ് കോച്ചിങ്ങിലേക്ക് നിങ്ങൾക്ക് ഏപ്രിൽ 2 ആരംഭിക്കുന്ന എൻ്റെ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാറണമെന്ന് ആഗ്രഹം, ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ, മാറണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം വേണം. ആർക്കും നമ്മളെ ഫോഴ്സ് ചെയ്ത് ഒന്നും മാറ്റാനൊക്കില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് തിരിച്ചറിവുണ്ടാകുന്നത്. അതെ, എനിക്ക് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്, എനിക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്, തിരിച്ചറിവുണ്ടാകുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെയാണ് അല്ലേ. അപ്പോൾ മാറണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു കോഴ്സ് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.